ഹലോ എവരിവൺ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും. ഞങ്ങളിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. നാളെ 26 നവംബർ അനൂപിൻ്റെ ബർത്ത്ഡേ ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. ആ ദിവസം കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി എന്നെ കൊണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അനൂപ് ഇപ്പോൾ ഷിഫ്റ്റിന് പോയേക്കാണ്. തിരിച്ചെത്തുമ്പോഴത്തേക്ക് എനിക്കൊരു കേക്ക് ബേക്ക് ചെയ്യണം, പിന്നെ ചെറിയൊരു സർപ്രൈസ്. എത്രത്തോളം സക്സസ് ആകുമെന്നൊന്നും എനിക്കറിയില്ല, എങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും നാളത്തെ ഞങ്ങളുടെ ഒരു ദിവസവും കൂടെ ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ വ്ലോഗായിരിക്കും ഇത്. സോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടാസ്ക് നമ്പർ 1, കേക്ക് ബേക്കിംഗ്. കേക്ക് ബേക്ക് ചെയ്യുന്ന എല്ലാവരും വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ 1 കപ്പ് അളവിലാണ് മൈദയെങ്കിൽ അതിൻ്റെ 1/2 കപ്പ് അളവിലായിരിക്കും കൊക്കോ പൗഡർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ കണക്ക് കൂട്ടലുകൾ ഏകദേശം തെറ്റിയിട്ടുണ്ട്. നല്ലതാണെങ്കിൽ കേക്കെന്ന് വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും പേരിൽ അതിനെ വിശേഷിപ്പിക്കാം. എല്ലാം ദൈവത്തിന് സമർപ്പിച്ച് അങ്ങോട്ട് തുടങ്ങുകയാണ് ഞാൻ. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു പരുവമായിട്ടുണ്ടായിരുന്നു. അയ്യോ, അങ്ങനെ പൊടിയൊക്കെ അരിച്ചു വെച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്ത സെറ്റ് നമുക്ക് മുട്ടയും വാനില എസൻസും പാലും ഒക്കെ വെച്ചിട്ടൊരു സൈഡുണ്ടായിരുന്നു, അതും സെറ്റ് ചെയ്തു. പിന്നെ ആകെ ഒരു മടുപ്പടിച്ചു. ഞാനപ്പോൾ പാത്രമൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്തു വെച്ചു. ഓവനിൽ കേക്ക് ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം കേക്കിൻ്റെ കാര്യം തീരുമാനമായി. കേക്ക് വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടി. ഇറ്റ്സ് കംസ് ഔട്ട് റിയലി വെൽ. ഫസ്റ്റ് ബേക്കിംഗ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഔട്ട്കം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഒരുവിധം കുഴപ്പമില്ലാണ്ട് തന്നെ വന്നു. അനൂപ് വരുന്ന സമയമായി. കേക്ക് ബേക്ക് ചെയ്ത് എൻ്റെ കുറേ സമയം പോയി. ഞാൻ ഇതുവരെ ഫുഡ് പോലും കഴിച്ചിട്ടില്ല. ഇനി വേണം ഇതെല്ലാം ചെയ്തിട്ട് കഴിക്കാൻ. ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ബാക്കിൽ കാണുന്ന വോളിൽ സെറ്റ് ചെയ്യാം, കേക്ക് എന്നിട്ട് താഴെ വെക്കാം, കുറച്ച് ബലൂൺസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒന്ന് അറേഞ്ച് ചെയ്യാമെന്നായിരുന്നു. ഇനി ഒന്ന് ആലോചിച്ചപ്പോൾ ബെഡ്റൂമിൽ സെറ്റ് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലതെന്ന് തോന്നി. കാരണം അനൂപ് കയറി വരുമ്പം നേരെ ഇത് കാണണ്ട, ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ, എന്തെങ്കിലും ഒരു സർപ്രൈസ് വേണ്ടേ. അപ്പോൾ നമുക്ക് ഡെക്കറേഷൻസ് എല്ലാം ബെഡ്റൂമിൽ സെറ്റ് ചെയ്യാം. അവിടുന്ന് ഡോർ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഈ ഒരു പ്ലെയിൻ വോള്, ഇവിടെ ഒരു ടേബിള്, അങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത്. ബർത്ത്ഡേ ബോയ് എത്തി. വലിയൊരു സർപ്രൈസ് അവൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഇങ്ങനെ എന്തെങ്കിലും കാണിക്കുമെന്ന് അവൻ അറിയായിരുന്നു നേരത്തെ തന്നെ. പക്ഷേ കേക്കിൻ്റെ കാര്യം കക്ഷി തീരെ പ്രതീക്ഷിച്ചില്ല. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണോ എന്നും ഓർഡർ ചെയ്തതാണോ എന്നും ഒക്കെ ആയിട്ട് എടുത്തെടുത്ത് 2-3 തവണ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ വിഷൊക്കെ ചെയ്ത് കേക്കൊക്കെ നല്ല ഹാപ്പി ആയിട്ട് കട്ട് ചെയ്തു. ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ ബർത്ത്ഡേ സർപ്രൈസ് ഒക്കെ അടിപൊളിയായിട്ട് നടന്നു. അത് കഴിഞ്ഞ് കിടന്നുറങ്ങി ഇപ്പോൾ എണ്ണീറ്റ് ഇങ്ങനെ നിൽക്കുന്നു. ഇന്നത്തെ വെതർ ഭയങ്കര മോശമായതുകൊണ്ട് തന്നെ നമ്മുടെ ഡിന്നറിൻ്റെ പ്ലാൻ ക്യാൻസൽ ചെയ്തിട്ട് അത് ബ്രഞ്ചായിട്ട് പുറത്തു പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരുപാട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളുണ്ട്. എന്നാൽ പോലും നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നല്ല ചൂട് മസാല ദോശയും സാമ്പാറും ചമ്മന്തിയും ഒക്കെ കഴിക്കാനൊരു കൊതി. കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് ഷോപ്പ് ചെയ്യാനുണ്ട്. അതും വാങ്ങിയിട്ട് തിരിച്ച് വന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കനും ഗ്രില്ല് ചെയ്ത് സാലഡും ഒക്കെ ആയിട്ടൊരു ഡിന്നർ സെറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വീടൊക്കെ പൂട്ടിയിറങ്ങി. വെതർ ഇപ്പോഴും നല്ല ഫോഗിയാണ്. നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ നല്ല ചൂട് പരിപ്പോടെയും ഉഴുന്നോടെയൊക്കെ കഴിക്കായിരുന്നു. പക്ഷേ അതിവിടെ നടക്കാത്തത് കാരണം നമുക്ക് തൽക്കാലം മസാല ദോശയോ നെയ് റോസ്റ്റൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഞങ്ങൾ തമാശയ്ക്ക് പറഞ്ഞിങ്ങനെ ഇറങ്ങിയതാണേ. കണ്ടോ, നല്ല ഫോഗിയായിട്ട് നിൽക്കുക. വണ്ടി വരുന്നതും ഒന്നും കാണത്തില്ല. ബസ്സൊക്കെ ക്യാൻസൽ ആകുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ബസ് വന്നു. ഞങ്ങളങ്ങനെ നടന്ന റെസ്റ്റോറൻറ്റിലെത്തി. ഇതാണ് സൗത്ത് ഇന്ത്യൻ. ഇവിടുത്തെ ദോശ ഐറ്റംസ് എല്ലാം അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇവരുടെ ഒരു സ്പെഷ്യൽ മാംഗോ ലസ്സി ഉണ്ട്. വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. ഞാൻ എപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാലും അത് ഓർഡർ ചെയ്യും. ഈ തണുത്ത വെതറിൽ നല്ല ചൂടുള്ള എന്തെങ്കിലും സാധനം കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞങ്ങളങ്ങനെ നല്ല ചൂടൊരു ചിക്കൻ ദോശയും ഒരു മസാല ദോശയും ഓർഡർ ചെയ്തു. അങ്ങനെ കഴിച്ചിട്ട് പുറത്തിറങ്ങിയപ്പോൾ സ്ട്രീറ്റിലെല്ലാം ക്രിസ്മസ് ലൈറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നേരെ ലിഡിൽ വന്നു. വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നേരെ തിരിച്ച് വീട്ടിലേക്ക്.
കടയിൽ നിന്ന് ഇറങ്ങിയപ്പോഴും സമയം ഏകദേശം ഒരു 5 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. കണ്ടു കഴിഞ്ഞാൽ ഒരു 8, 8:30, 9 മണിയുടെ ലക്ഷണമൊക്കെ ഉണ്ട്. നേരത്തെ ഇപ്പോൾ ഇരുട്ടാകും. വീട്ടിലിപ്പോൾ എത്തി, ഡ്രസ്സൊക്കെ മാറിയതേ ഉള്ളൂ. ഇനി പെട്ടെന്ന് ഡിന്നർ റെഡിയാക്കാം. വായോ. പാട്ടൊക്കെ കേട്ട് ചിക്കൻ കറിക്കും നെയ്ച്ചോറിനും ഒക്കെയുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്തു. ഒന്നിനും ഞാൻ അനൂപിനെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്തില്ല. ഇന്ന് ഫ്രീ ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. ഞാനപ്പോൾ ഫുഡൊക്കെ റെഡിയാക്കി എല്ലാം സെറ്റ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ക്ലീനിങ് പരിപാടി ഒക്കെ ആയിട്ട് ഡിഷിൽ ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പിന്നെ ആകെ തിരക്കാവും. ചോറ് സെറ്റാക്കി കഴിഞ്ഞ് പിന്നെ ഞാൻ ചിക്കൻ കറിയുടെ ബാക്കി പ്രിപ്പറേഷനിലേക്ക് പോയി. എല്ലാം എളുപ്പ വഴിക്കേ ഞാൻ ചെയ്യാറുള്ളൂ. എനിക്കങ്ങനെ യൂട്യൂബ് നോക്കി ഇപ്പം വെക്കാൻ ആദ്യമൊക്കെ വന്ന സമയത്ത് അങ്ങനെയായിരുന്നു. ഇപ്പം പക്ഷേ ഞാൻ എല്ലാം എൻ്റേതായ പൊടിക്കൈകളൊക്കെ യൂസ് ചെയ്ത് അങ്ങ് ചെയ്യും. ഫുഡൊക്കെ റെഡി ആവുന്ന സമയം കൊണ്ട് ഞാനൊന്ന് ഫ്രഷായി വന്നപ്പോഴത്തേക്ക് ഫുഡും റെഡിയായി. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ തന്നെ എടുത്തു കൊടുക്കണം എന്ന് എനിക്കൊരാഗ്രഹം. അങ്ങനെ ഞങ്ങൾ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രേഞ്ചർ തിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസൊക്കെ കണ്ട് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇരുന്നു. അപ്പോൾ ഈ ചെറിയ ഒരു ബർത്ത്ഡേ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി തിരിച്ചെത്തുന്നത് വരെ നിങ്ങളുടെ സ്വന്തം സായി.